നടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യേ. വിഷയം കെട്ട് വള ഇന്ത്യ സിനിമയിലെ ഷോമാല. എനിക്ക് വയ്യ. വാടകക്കാരി അത്ര മോശമല്ല. മോളോ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നു? എന്റെ തങ്കം, വെയിൽ കൊള്ളരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു, നീ കേൾക്കില്ല. ഇവിടെ വെയിലില്ല ഏട്ടാ. അത് നിന്റെ തോന്നലാണ്. ഇങ്ങോട്ട് വന്നേ. തൽക്കാലം ദേ ഈ തണലത്ത് ദേ ഇവിടെ ഇരുന്നോ. തലനീരിറങ്ങി പെടലി പൊഴിച്ചാലേ ഞാൻ പെടലിക്കിട്ട് വീക്കുന്ന നാട്ടുകാര് പറയൂ. അത് ശരിയാ സർ. അതിരിക്കട്ടെ, നീ ഇന്ന് ഫേഷ്യൽ ചെയ്തില്ലേ? ഇല്ല ഏട്ടാ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുളിച്ചില്ലെങ്കിൽ കൂടി കാലത്തും വൈകിട്ടും ഫേഷ്യൽ ചെയ്തിരിക്കണം. അങ്ങോട്ട് ചാരിയിരുന്നേ. നീ ഇനി റെസ്റ്റ് എടുക്ക. നിന്നെ സഹായിക്കാൻ ഞാൻ ത്രേസ്യാമ്മയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ പോണ്ടേ? പിള്ളേരുള്ളതല്ലേ? അതൊന്നും പ്രശ്നമല്ല. അതെ, ഇങ്ങ് വന്നേ ത്രേസ്യാമ്മേ. എന്താ സർ? ഇവള് പറഞ്ഞ പോലെ വീട്ടില് കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. കുട്ടികളാ തടിമാടന്മാരായ 3 ആൺമക്കൾ. അപ്പൊ ഭർത്താവോ? അതിനാര് കല്യാണം കഴിച്ചു? സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച പല കാര്യങ്ങളും നടക്കും. പക്ഷേ ഇത് ത്രേസ്യാമ്മ തന്നെ മനസ്സ് വെച്ചിട്ട് നടന്ന കാര്യ. വരണം. ആരാ മനസ്സിലായില്ല? അല്ല, എവിടെയാ താമസം? ഞാൻ അപ്പുറത്തെ വീട്ടിലെ താമസം. ഓഹോ, പുതിയ താമസക്കാരൊക്കെ വന്നു അറിഞ്ഞു. അപ്പോ ആരൊക്കെ ആണെന്ന് അറിയണമല്ലോ. എന്റെ പേര് വാസുദേവ്. ഈ ആലുക്കാസിനും ജോസ്കോയ്ക്കും അത്യാവശ്യം ഗോൾഡ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് നാട്ടുകാരനെ ഗോൾഡ് വാസു എന്ന് വിളിക്കും. ഇതെന്റെ ഭാര്യ തങ്കമണി. എടി, ഇവിടെ നിന്ന് വെയിൽ കൊള്ളാതെ നീ അകത്ത് ചെന്ന് AC ഇട്ട് അവിടെ ഇരിക്കേ. ഒന്നും പറഞ്ഞ അനുസരിക്കില്ലെന്നേ, കുട്ടികളെ പോലെയാ. അല്ല, മക്കള് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് നിന്നിട്ട് വേണ്ടേ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാൻ. ഫുൾ ടൈം ഓട്ടമല്ലേ? അതെന്താ? അല്ല, ഈ ബിസിനസിന്റെ തിരക്കേ. എനിക്ക് ഈ 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം വെറുതെ ഒന്ന് താമസിക്കാൻ വേണ്ടിട്ടാ ഈ വീട് എടുത്തത്. എങ്ങനെയുണ്ട് ഈ വീട്? നല്ല ഐശ്വര്യമുള്ള വീടാ. ഇവിടെ താമസിച്ചവരൊക്കെ രക്ഷപ്പെട്ടാ പോയിരിക്കുന്നത്. സത്യം തന്നെ. രക്ഷപ്പെട്ടു പോയിരിക്കുന്നതേ കടക്കാരുടെ കയ്യിൽ നിന്നാണെന്ന് മാത്രം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പോണ്ട. അതെ. അല്ല, പരിചയപ്പെടാൻ വന്ന ആള് പേര് പറഞ്ഞില്ല. സുബലക്ഷ്മി. ഞാനും എന്റെ ഭർത്താവും 2 കുട്ടികളെ ഇവിടെ. ഓ, അദ്ദേഹം ഡോക്ടറാണ്. എന്താ പേര്? ഞാൻ നേരത്തെ പറഞ്ഞു, സുബലക്ഷ്മി. അതല്ല, ഭർത്താവിന്റെ. ഡോക്ടർ ഭാർഗവൻ പിള്ള, ഡോക്ടർ. നന്നായി. അല്ലേലും അയലത്തൊരു ഡോക്ടർ ഉള്ളത് ഭാഗ്യ. ഇനി ഈ പെടലിയും കൊണ്ട് ഞാൻ ഇനി അലയേണ്ടതില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇതെന്ത് സംഭവിച്ചു? ഇതൊരു കഥയാ. 100 പവന്റെ ഒരു ഒറ്റമാല അണിയണമെന്ന് ഇവൾക്കൊരു മോഹം. നമ്മളാകെ കൂടി ഒരു ഭർത്താവല്ലേ, പോരാത്തവരിന് സ്വർണ്ണ കച്ചവടക്കാരനും. അപ്പൊ തന്നെ 100 പവന്റെ ഒരു മാല പണിത് കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഞരമ്പ് വലിഞ്ഞ് കഴുത്തുളുക്കി. 100 പവന്റെ മാലയോ? അതിലെന്താ കാര്യം? അത് പോട്ടെ, ഡോക്ടർ അവിടെ ഇല്ലേ? അല്ല, ഞങ്ങൾ അങ്ങോട്ടൊന്ന് പരിചയപ്പെടാൻ ഇരിക്കായിരുന്നു. ചേട്ടൻ പുറത്തു പോയിരിക്കാ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങള് തിരക്കൊഴിഞ്ഞൊരു ദിവസം വരൂ, നമുക്കവിടെ ഇരിക്കാം. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓക്കെ. ഇത് പാലക്കാടെയാ? അല്ലല്ല, ഇവളുടെയാ. ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അയാളൊരു തമാശ. വാ മോളൂ. 100 പവന്റെ ഒറ്റമാല ആര് വിശ്വസിക്കാൻ? ഈ കണക്കിനാണെങ്കിൽ സോണിയാഗാന്ധി ചികിത്സിച്ചത് എന്റെ ഏട്ടനാണെന്ന് പറഞ്ഞൂടെ? 100 പവൻ കള്ളി. മോള് വരൂ. മുന്നോട്ട് പോയിരുന്നു. ശ്വാസം വലിച്ചു വിട്ടേ. പുതിയ ആളെ എത്തിയില്ലേ? പാതിരാത്രിയിൽ എപ്പോഴോ മണിയടി കേട്ട് ഞാൻ ചെല്ലുമ്പോ മാതാവിന്റെ മുമ്പിൽ കിടന്ന് കരയായിരുന്നു ഇവള്. ഇതാര്? പൊന്നുമോളാ? മിടുക്കിയ. ഇവൾക്ക് ഞാൻ തന്നെ പേരിടും. ഈ ഓർഫനേജിൽ ഡോക്ടർ എത്തിയ നാൾ മുതൽ ഇന്ന് വരെ വന്നിട്ടും പോയിട്ടുമുള്ള എല്ലാ കുട്ടികൾക്കും ഡോക്ടർ തന്നെയല്ലേ പേരിട്ടിരിക്കുന്നത്? അത് ശരിയാ. അപ്പോ ഇവൾക്ക് ഞാൻ മാതാവിന്റെ പേര് തന്നെ ഇടാം. മേരി. മേരി മേരി മേരി. ഓ
മാവുംതാഴത്ത് പരേതനായ ബീരാൻകുട്ടി സാഹിബിന്റെ പുന്നാര ബീവി നൂർജഹാനുണ്ടോ? ഉണ്ടല്ലോ. ബീരാൻകുട്ടി സാഹിബിന്റെ പുന്നാര ബീവി നൂർജഹാൻ ഇവിടെ തന്നെ ഉണ്ട്. ആരാ വന്നിരിക്കുന്നത്? ആരാ വന്നെന്നാ ചോദിച്ചു. എന്തേ മിണ്ടാ നാവില്ലേ? എനിക്ക് മനസ്സിലാവൂല എന്ന് വിചാരിച്ചു അല്ലേ? കളി ഈ നൂർജഹാനോട് വേണ്ട. എന്റെ മയ്യത്തെടുക്കാൻ വേണ്ടി എന്റെ മരുമകള് അദബിയ പറഞ്ഞയച്ചതാണ് നിങ്ങളെയൊക്കെ അല്ലേ? എന്താ മിണ്ടാത്തെ? കാക്ക പറഞ്ഞാലും കരിയല്ല ഇണങ്ങിയാലും ഉമ്മക്ക് എന്നെ കുറ്റം പറയാനേ നേരുള്ളൂ. അതേടി, നീ എന്നെ കൊല്ലാൻ ആൾക്കാരെ ഏർപ്പാടാക്കുന്നുണ്ടെന്നുള്ള വിവരം എന്റെ കാതിൽ വിടുന്നുണ്ട്. ഉമ്മ, ഇത് ഞാനാ, ഉമ്മാടെ മോൻ, ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള. അപ്പൊ നീയായിരുന്നോ കള്ള ഹിമാറെ? ഉമ്മാടെ കാഴ്ച ശക്തി പരിശോധിക്കാൻ ഞാനൊരു ടെസ്റ്റ് നടത്തിയതാ. അതിനും അതബിക്കാ വഴി. ആ, അത് ഉമ്മയുടെ ഒരു ഹോബിയാ ഡോക്ടറെ. നീ സംസാരിക്കണ്ട. വന്നിരിക്കുന്നത് എന്റെ മോനാ. അവനോട് ഞാൻ പറഞ്ഞോളാം. വാ വാ. ഡോക്ടറെ, ഓ, ഇവളെങ്ങനെയാ നമ്മുടെ തറവാട്ടിൽ വന്നത്? പണ്ട് തോട്ടപ്പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയതാ ഞാനും ഇബ്രാഹിം കുട്ടിയും കൂടി. അവിടെ കല്യാണം കൂടാൻ വന്നവളാ ദാ ഇവള്. ഇബ്രാഹിം കുട്ടിക്ക് ഇവളെ കണ്ട് പൂതി കയറിയപ്പോ കയ്യിൽ കിടന്ന വള ഊരി അവളുടെ കയ്യിലിട്ടിട്ടാ ഞങ്ങൾ തിരികെ പോന്നത്. തീർന്നില്ല, ഇവള് ഈ തറവാട്ടിൽ വന്ന് കേറിയ അന്നു മുതൽ എന്റെ മോനെ നാട് കടത്താനുള്ള ശ്രമമായിരുന്നില്ലേ? അവസാനം ഇവള് വിജയിച്ചു. എന്റെ മോൻ ഇവിടുന്ന് പോയിട്ട് 10 വർഷം കഴിഞ്ഞു. അതൊക്കെ പഴയ കഥയല്ലേ എന്റെ ഉമ്മ. ഇബ്രാഹിം കുട്ടി നാട് വിട്ടു പോയതൊന്നും അല്ലല്ലോ. അവന് നല്ല ജോലിയല്ലേ ഗൾഫില്. കൃത്യമായിട്ട് പണം അയക്കണില്ലേ, ഫോൺ വിളിക്കണില്ലേ? ഉമ്മയുടെ സംസാരം കേട്ടാ ഞാൻ കാരണം അയക്കാൻ നാട്ടിലേക്ക് വരാത്തേന്ന് തോന്നുന്നു. അതെ, നീ തന്നെയാ. നിനക്കറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോ എന്റെ മോൻ എന്നോട് പറയാ, ഉമ്മ, നമ്മുടെ വടക്കൈപ്പറമ്പിലെ വരിക്കപ്ലാവിലെ ചക്കച്ചൊളേന്റെ രുചി ഓർത്ത് എനിക്കിവിടെ നിക്കാൻ വയ്യാന്ന്. ഇവൾ അപ്പ തന്നെ ചക്കയെ വെട്ടി മുറിച്ച് ആ പോക്കിരി കുഞ്ഞിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയച്ചു. അവൻ പിന്നെയും വിളിച്ചു, ഉമ്മാ, ഉമ്മാന്റെ മുറിയോട് ചേർന്നുള്ള മൂവാണ്ടം മരത്തിലെ മാമ്പഴം തിന്നാൻ എനിക്ക് കൊതിയാവുന്നു. താമസിച്ചില്ല, ഈ അദബിയ അപ്പ തന്നെ ആ മാമ്പഴം കെട്ടി പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുത്തയച്ചു. ഉമ്മ, അദബിയെ കരയണ കണ്ടില്ലേ? കള്ള കണ്ണീരാ. നിക്കാ കഴിച്ച അന്ന് തുടങ്ങിയതാ. എന്തെങ്കിലും പറഞ്ഞ ചുറന്നൊരു കള്ള കണ്ണീര്. എനിക്ക് എന്റെ മോനില്ലാണ്ടായ ഇവക്കെന്താ? ഒരു ടാപ്പ് തുറന്ന ചൂടുവെള്ളം, മറ്റേ ടാപ്പ് തുറന്ന പച്ചവെള്ളം കിട്ടുന്ന ഒരു വലിയ ബംഗ്ലാവ് കിട്ടിയില്ലേ? എനിക്ക് വേണ്ട ഉമ്മ, ചൂടുവെള്ളം ബംഗ്ലാവ് ഒന്നും വേണ്ട. നിങ്ങൾ കേൾക്കുന്നില്ലേ ഡോക്ടറെ? നാട്ടിലുണ്ടായിരുന്ന അത്രയും കാലം കൂടെ നടന്ന ആളല്ലേ നിങ്ങള്. എനിക്ക് മോഹമില്ലാന്നിട്ടാണോ ഒന്നിച്ച് ജീവിക്കാൻ? കഴുത്തുമുട്ടി കടമായിട്ടാ ഇവിടുന്ന് പോയത്. 4 വർഷം പണിയെടുത്തൊന്ന് നേരെ നിന്നപ്പോ എന്നോട് പറയാ, 2 മാസത്തെ ശമ്പളവും വിമാനക്കൂലി ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് പണി തുടങ്ങാമെന്ന്. പിന്നെ വീട് പണി തീർത്തതിലുള്ള കടമായി. അവസാനം 8 വർഷം കൂടി നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാ ദാ ഇവളുടെ നിക്കാഹ്. അതും കഴിച്ച് പുയ്യാപ്പിളെ ഗൾഫിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞപ്പോ വർഷം 10ആയി. നഷ്ടം എനിക്ക് മാത്രം. അല്ലാതെ ബംഗ്ലാവ് പൊന്നൊന്നും അതബിയ സ്വപ്നം കണ്ടിട്ടില്ല. അതബി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് അറിയാത്തതാണെന്ന് നീ ധരിക്കുന്നുണ്ടോ? അല്ല ഡോക്ടർ, പക്ഷെ പറയുമ്പോ ഒന്നുമില്ല, ഒക്കെ ഒരു നേരം പോക്കാ. ഷാഹിന, നീ ഉമ്മച്ചി വിളിച്ച് അകത്തുകൊണ്ടുപോ. ഉമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇബ്രാഹിം കുട്ടി നാട്ടിൽ വരണം, അത്രയല്ലേ ഉള്ളൂ. ഈ പ്രയാസം നെഞ്ചിൽ കൊണ്ട് നടക്കുന്നുകൊണ്ടാ കണ്ണിലെ മൂടൽ മാറാത്തത്. ഞാൻ തന്ന തുള്ളി മരുന്ന് മുടങ്ങാതെ കണ്ണിലൊഴിച്ചാൽ ഇബ്രാഹിം കുട്ടിയെ ഇവിടെ കൊണ്ടുവരും ഈ ഡോക്ടർ. നോക്കണ്ട, ഞാൻ പറഞ്ഞ അവൻ കേക്കില്ലാന്നുണ്ടോ? മോൻ പറഞ്ഞാലേ അവൻ കേക്കൂ. പറയൂ, ഉമ്മക്ക് അവനെ കാണാൻ കൊതിയാവുന്നു. മരുന്നൊക്കെ കഴിച്ച് നല്ല മോളായിട്ടിരുന്ന ഈ ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള ദുബായി ചെന്ന് കൂട്ടിയിട്ട് വരും ഉമ്മാന്റെ ഇബ്രാഹിം കുട്ടിയെ. നീയാണടാ ബിലാലെ ഉമ്മാന്റെ മൂത്ത മോൻ.